എത്തിയപ്പോൾ അവിടെ ജൂതന്മാരുണ്ട്, ക്രൈസ്തവരുണ്ട്, പല ജനവിഭാഗങ്ങളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ജൂതന്മാരുമായി ബന്ധപ്പെട്ട ഒരു കരാറുണ്ടാക്കി. ജൂതന്മാരുടെ സ്വഭാവം അനുസരിച്ച് ആ കരാർ അവർ ഉള്ളിലൂടെ ലംഘിച്ചു. അവിടെയല്ല നമ്മുടെ തെളിവ്. മഹാനായ റസൂലുള്ളാഹ് ജൂതന്മാരുമായി കരാറുണ്ടാക്കി. എന്താ വിഷയം? അവർ തമ്മിലുള്ള കരാർ പ്രകാരം അവർക്ക് സ്വർഗം കൊടുക്കാമെന്നാണോ? അല്ല, മറിച്ച് മദീനക്ക് പുറത്തുനിന്ന് ഒരു ശത്രു മദീനയെ ആക്രമിച്ചാൽ മുസ്ലിങ്ങൾ ജൂതന്മാരെന്ന് പറഞ്ഞ് നമ്മൾ വേറിട്ട് നിൽക്കില്ല, ഒന്നിച്ചു നിന്ന് മദീനയുടെ ശത്രുവിനെ നമ്മൾ നേരിടും. നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ ആ കരാർ. അതേപോലെ ഇന്ത്യ മഹാരാജ്യത്ത് ആ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ഒരൊറ്റക്കെട്ടായി ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഇന്ത്യയിലെ ഹൈന്ദവരും മുസ്ലിങ്ങളും മറ്റു ജനവിഭാഗങ്ങളും തമ്മിൽ അപ്രഖ്യാപിതമായ ഒരു കരാർ അവിടെ നിലവിലുണ്ട്. പരസ്പരം നീതിയുടെ പേരിൽ സഹകരിക്കുന്ന, നന്മ ചെയ്യുന്ന ഒരു കരാർ. ആ നിലപാടിനപ്പുറത്തേക്ക് പോയാൽ അതാണ് പ്രശ്നം. പരിശുദ്ധ ഖുർആനും മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ നിലപാടിനപ്പുറത്തേക്ക് പോകരുത്. ഒരു പ്രത്യേക തരത്തിൽ വർഗീകരിച്ചാൽ 3 തരത്തിലുള്ള ഭരണകൂടം നമുക്ക് ലോകത്ത് കാണാം. ഒന്ന് ഇസ്ലാമിക ഭരണകൂടം. രാഷ്ട്രം ഖുർആനിനും സുന്നത്തിനും അനുസരിച്ച് പ്രഖ്യാപിക്കുന്നിടത്തോളം കാലം ആ ഭരണകൂടത്തെ അനുസരിക്കൽ മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ്. അതേപോലെ ഇസ്ലാമിക വിരുദ്ധ ഭരണകൂടം. മൂന്നാമത്തത് ഇസ്ലാമികേതര ഭരണകൂടം. രാഷ്ട്രത്തിന്റെ മതം ഇസ്ലാമല്ല, രാജ്യത്ത് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുമല്ല, എന്നാൽ ഇസ്ലാമാണെന്ന് പറയുന്നതിനോ ഇസ്ലാമിന്റെ ആരാധനകൾ നിർവഹിക്കുന്നതിനോ ഇസ്ലാമിക പ്രബോധനത്തിനോ യാതൊരു തടസ്സവുമില്ല. അത്തരം ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. അവിടെ സ്വീകരിക്കേണ്ട നിലപാടാണ് നാം ഇവിടെ പറഞ്ഞത്. ഇതാണ് ഇന്ത്യ രൂപീകരിച്ചത് മുതൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അവരെല്ലാം രൂപീകരിച്ച രാഷ്ട്രീയ നിലപാട് ഇന്ത്യയിലെ ജനങ്ങളോടൊപ്പം നിന്ന് നീതിയുടെ മാർഗത്തിൽ മുന്നോട്ട് പോവുക എന്നതായിരുന്നു. ആ രാഷ്ട്രീയ നിലപാട് ഇന്ത്യയെ വിജയിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ജനിച്ചതിന് ശേഷം പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ രൂപത്തിൽ ഭരണഘടനയിലേക്ക് ഒരു നിയമം വരുന്ന പ്രശ്നമുണ്ടായിരുന്നു, ശരീഅത്ത് പ്രശ്നം. അല്ലേ? ആ ശരീഅത്ത് പ്രശ്നമുണ്ടായ സന്ദർഭത്തിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിട്ടത്? ഇന്ത്യൻ പാർലമെന്റിലെ 500-ൽ പരം എംപിമാരെ ആ വിഷയം ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ബോധ്യപ്പെടുത്തുകയും ബില്ല് അവതരിപ്പിക്കുകയും ആ ബില്ല് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി ഗവൺമെന്റിനത് ബോധ്യപ്പെട്ടപ്പോ, അന്നത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ കോൺഗ്രസിനത് ബോധ്യപ്പെട്ടപ്പോ, മുസ്ലിങ്ങൾക്ക് അനുസൃതമായി ബില്ല് പാസാക്കാൻ വേണ്ടി പുലർച്ചെ 4 മണി വരെ എംപിമാർക്ക് വിപ്പ് കൊടുത്തുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വിപ്പ് കൊടുത്തുകൊണ്ട് അവരുടെ ഇരുത്തി. എന്നിട്ട് ഖുർആനിനനുസൃതമായ രൂപത്തിൽ, പ്രവാചക ചര്യക്കനുസൃതമായ രൂപത്തിൽ ആ ബില്ല് പാസാക്കി. പാർലമെന്റിനെ ആക്രമിച്ചുകൊണ്ടല്ല, പാർലമെന്റിന്റെ ഉള്ളിൽ കയറിക്കൊണ്ടാണ് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് എന്നതിന് നമ്മൾ ജനിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. അതിനു പകരം പാർലമെന്റിലേക്ക് പോകാതെ പുറത്തുകൂടി ശരീഅത്ത് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുമായിരുന്നില്ല. ഈ രൂപത്തിൽ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സ്വഭാവത്തെ, ആ സ്വഭാവത്തെ, മതത്തിന്റെ അതിർവരമ്പുകളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വീകരിച്ച നിലപാട്, ആ നിലപാടാണ് നാം ഏവരും മാതൃകയാക്കേണ്ടത്. അതേപോലെ സഹോദരങ്ങളെ, ഈ ഒരു നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമുണ്ടല്ലോ, ഈ വളരുന്ന ഫാസിസത്തെ ഈ രൂപത്തിലാണോ നേരിടേണ്ടത്? അതെ, തീർച്ചയായും. ആ ഗുജറാത്തിലെ മുസ്ലിങ്ങൾക്ക് നേരെ ഉണ്ടായ വംശഹത്യ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, അത് ഇന്ത്യയുടെ പ്രശ്നമാണ്. ഇന്ത്യയിലെ നീതിബോധമുള്ള മുഴുവൻ ആളുകളുടെയും പ്രശ്നമാണ് എന്ന പ്ലാറ്റ്ഫോമിലാണ് നാം അതിനെ നേരിടേണ്ടത്. അപ്പോൾ അടുത്ത ചോദ്യം, അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ജിഹാദിനെ കുറിച്ച് പറയുന്നില്ലേ? നിങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനില്ലേ, ആ ഖുർആനിൽ ജിഹാദിനെ കുറിച്ച് പറയുന്നില്ലേ? എന്തുകൊണ്ട് ജിഹാദിന്റെ ആയത്തുകൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല? ഖുർആൻ സമ്പൂർണ്ണമല്ലേ? ഇസ്ലാം സമ്പൂർണ്ണമല്ലേ? അതിൽ ജിഹാദില്ലേ? എന്തുകൊണ്ട് നമ്മൾ അതിനെ നടപ്പാക്കുന്നില്ല? പ്രസക്തമായ ചോദ്യമാണത്. ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ത്യ രാജ്യത്തെന്നല്ല, ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലും മുസ്ലിങ്ങൾക്ക് ജിഹാദ് നിർബന്ധമാണ്. എല്ലാ സന്ദർഭങ്ങളിലും ജിഹാദ് നിർബന്ധമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല വജാഹിദു ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക,
നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടുക, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരം നടത്തുക. വജാഹിദു ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി തീരുവാൻ. വിജയിക്കാൻ ആഗ്രഹമില്ലാത്ത ഏതൊരു മുസ്ലിമാ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ലാത്തത്? എങ്കിൽ തഖ്വ പോലെ, വസീല പോലെ, അഥവാ ഫർളും സുന്നത്തുമായ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന വസീല പോലെ മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ് ജിഹാദ്. ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങൾക്കും, സദസ്സിലിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും, ആശുപത്രി ബെഡിൽ 2 കൈയും അനക്കാൻ കഴിയാതെ കിടക്കുന്ന സഹോദരനും, അടുക്കളയിൽ പണിയെടുക്കുന്ന വേലക്കാരിക്കും, സ്കൂൾ വിദ്യാർത്ഥിക്കും, വയോവൃദ്ധനും യുവാവിനും ജിഹാദ് നിർബന്ധമാണ്. നമ്മുടെ നാട്ടിൽ പലർക്കും പരിചയമുള്ള ജിഹാദ് യുവാക്കൾക്ക് മാത്രം ചെയ്യാൻ പറ്റിയ, അല്പം മസിൽ പവർ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റിയ ജിഹാദാണ്. എന്നാൽ ഖുർആൻ പറയുന്ന ജിഹാദ്, ആ ജിഹാദ് പറയുന്നുണ്ട്, എന്നാൽ മൊത്തത്തിൽ എല്ലാവരും ചെയ്യേണ്ട ജിഹാദാണ്. നോക്കൂ, പരിശുദ്ധ ഖുർആൻ ജിഹാദ് എന്ന പദം പ്രയോഗിച്ച ഒരു സ്ഥലം പരിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായം സൂറത്ത് അങ്കബൂത്തിലെ 8-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഹുമാ. മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നാണ് ആദ്യം പറയുന്നത്. എന്തൊട്ട് പറയുന്നു? നിനക്ക് വിവരമില്ലാത്ത വിഷയത്തിൽ, പടച്ച തമ്പുരാനിൽ പങ്കു ചേർക്കേണ്ട വിഷയത്തിൽ അവർ നിന്നോട് ജിഹാദ് ചെയ്താൽ ഫലാ തുതിഹുമാ, നീ അവരെ അനുസരിച്ചു പോകരുത്. അവിടെ മാതാവും പിതാവും നിനക്കെതിരെ ബോംബെറിഞ്ഞാൽ എന്നാണോ അർത്ഥം? നിനക്കെതിരെ കത്തിയോങ്ങിയാൽ എന്നാണോ അർത്ഥം? അല്ല, നിന്നെ നിർബന്ധിച്ചാൽ. ഇവിടെ ഈ ആയത്തിൽ വഇൻ ജാഹദാക, അവർ നിന്നെ നിർബന്ധിച്ചാൽ എന്നാണ് അർത്ഥം. അപ്പോൾ ജിഹാദിന്റെ പദപരമായ അർത്ഥം നോക്കൂ. ഇനിയോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ജിഹാദിന്റെ ഭാഗമായുള്ള ഖിതാൽ, ആയുധമെടുത്ത് യുദ്ധം ചെയ്യേണ്ട ഒരു ഘട്ടം വന്നു. പ്രവാചകൻ തയ്യാറാക്കിയ സന്ദർഭത്തിൽ മഹാനായ പ്രവാചകന്റെ ഒരനുചരൻ ആവേശത്തോടുകൂടി യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സായുധ സമരത്തിന് തയ്യാറായി വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ ആരാണുള്ളത്? അദ്ദേഹം പറഞ്ഞ മറുപടി, പ്രായമായ മാതാപിതാക്കൾ മാത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോവുക, അവിടെയാണ് നിന്റെ ജിഹാദ്. അവിടെ മാതാപിതാക്കളെ കൊല്ലലാണോ? അവരെ കുത്തിക്കൊല്ലലാണോ? ബോംബെറിയലാണോ? അല്ല, മാതാവിന്റെ പിതാവിന്റെ കൈപിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോവുക, അവരുടെ മലവും മൂത്രവും ക്ലോസറ്റിൽ ഒഴിച്ച് വൃത്തിയാക്കുക, അവരുടെ വായിലേക്ക് മരുന്നൊഴിച്ചു കൊടുക്കുക. അതാണ് യുദ്ധം ചെയ്യാൻ, ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നാൽ, രക്തസാക്ഷിയാകാൻ വേണ്ടി വന്ന ഒരു മനുഷ്യനോട് പ്രവാചകൻ പറയുന്നു, വീട്ടിലേക്ക് പോവുക. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു, എന്താണ് ഹജ്ജിനെ കുറിച്ച്? ഹജ്ജ് എത്ര നല്ല ജിഹാദ്, ഹജ്ജ് എത്ര നല്ല ജിഹാദ്, രക്തച്ചൊരിച്ചിൽ ഒരിക്കലും പാടില്ലാത്തൊരു പ്രവർത്തനമല്ലേ ജിഹാദ്. ആ ഹജ്ജിനെ കുറിച്ച് മഹാനായ റസൂലുള്ള പറയുന്നത് ജിഹാദ് എന്നാണ്. ഹജ്ജ് ചെയ്യാത്ത അവർക്ക് നാഥ ഹജ്ജ് ചെയ്യാനുള്ള മഹാ തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ. അതേപോലെ ക്രൂരനായ അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം വെട്ടിത്തുറന്ന് പറയുന്നതിനെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ജിഹാദ് എന്നാണ് പരിചയപ്പെടുത്തിയത്. നമുക്കെല്ലാവർക്കും അറിയാം.